മാസങ്ങൾ കൊണ്ടാണ്. മുഹറം കൊണ്ട് ഇസ്ലാമിക് കലണ്ടർ ആരംഭിക്കുകയും അതുപോലെ വളരെ ശ്രേഷ്ഠമായ ദുൽഹിജ്ജ കൊണ്ട് ഇസ്ലാമിക കലണ്ടർ അവസാനിക്കുകയും ചെയ്യുന്നു. വർഷങ്ങളും കാലങ്ങളും ഇങ്ങനെ മാറി വരുന്നതനുസരിച്ചുകൊണ്ട് കഴിഞ്ഞ വർഷത്തെക്കാളും പ്രയാസങ്ങളുടെയും പ്രതിസന്ധികളുടെയും വർഷമായിരിക്കും പിന്നീട് വരാനുള്ളത്. മുൻകാലങ്ങൾ നാം അനുഭവിച്ചിട്ടില്ലാത്ത പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, വിഷമങ്ങൾ ഈ വർഷം അനുഭവിച്ചെന്ന് വരാം. മുൻകാലത്ത് അനുഭവിച്ചില്ലാത്ത പല വിഷമങ്ങളും, പല പ്രയാസങ്ങളും, പല രോഗങ്ങളും, പല അസുഖങ്ങളും ഈ വർഷം അനുഭവിച്ചെന്ന് വരാം. ഇത് ഹബീബായ തങ്ങൾ പഠിപ്പിച്ചതാണ്. ഒരു വർഷത്തിലേക്ക് കടക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു വയസ്സിൽ നിന്നും നമ്മുടെ ആയുസ്സിൽ നിന്നും ഒരു വർഷം കുറയുന്നു എന്നാണ് അർത്ഥം, അല്ലേ? ഒരു കൊല്ലം കുറയാണ്. അസ്രായിലിന്റെ ആ ഹൽക്കിലേക്ക് അല്ലെങ്കിൽ അസ്രായിലിന്റെ മൗത്തിലേക്ക്, നമ്മുടെ മൗത്തിലേക്ക് അടുക്കാൻ ഒരു വർഷം കൂടി നമ്മൾക്ക് കുറഞ്ഞു. വർഷം പുതിയ വർഷത്തിലേക്ക് എത്തിയെന്ന് പറയുമ്പോൾ ഖിയാമത്ത് നാളിന്റെ ആരംഭത്തിലേക്ക് അടുക്കുന്നു. ഇനി ഇവിടുത്തെ ഈ ദുനിയാവിന്റെ സമയങ്ങളൊക്കെ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഖിയാമത്ത് നാളിലേക്ക് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുന്നു എന്നാണ് ചിന്തിപ്പിക്കേണ്ടത്. അതുകൊണ്ടാണ് ഖിയാമത്ത് നാളിലേക്ക് അടുക്കുമ്പോൾ, ഖിയാമത്ത് നാളിന്റെ ആരംഭത്തിലേക്ക് എത്തുമ്പോൾ മുഅ്മിനീങ്ങളുടെ മുമ്പിലേക്ക് അവരെ കൊണ്ട് സഹിക്കാൻ കഴിയാത്ത പ്രയാസങ്ങൾ കടന്നു വരും, ബുദ്ധിമുട്ടുകൾ കടന്നു വരും, വിഷമങ്ങൾ കടന്നു വരും, ആവലാദികൾ കടന്നു വരും. ലോകത്ത് സമാധാനത്തിന്റെ പ്രശ്നങ്ങൾ കൂടുതൽ കലുഷിതമാകും. ഇന്ന് കാണുന്ന യുദ്ധങ്ങൾ, പ്രശ്നങ്ങൾ, രാജ്യത്ത് നാട്ടിൽ ഒക്കെ സമാധാനത്തിന്റെ എല്ലാ കവാടങ്ങളും അടയ്ക്കപ്പെടുന്ന സമയം നമ്മളത് പഠിപ്പിക്കണം. ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. വർഷങ്ങൾ മോശമായി വരും. ഖിയാമത്ത് നാൾ വരുമ്പോൾ, അതടുക്കുമ്പോൾ എല്ലാ കള്ളം, ചതി, അക്രമങ്ങൾ, വ്യഭിചാരങ്ങൾ, കള്ളുകുടികൾ ഇതെല്ലാം വർദ്ധിക്കും. സ്നേഹങ്ങളെല്ലാം വിദൂരത്തമാകും. എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷത്തെക്കാൾ നമ്മൾ ജീവിച്ചതിനേക്കാളും മോശമായ ഒരു വർഷത്തിലേക്കായിരിക്കും നമ്മൾ കടന്നു പോകുന്നത്. നമുക്ക് മുന്നോട്ട് പോകാനുള്ളത് ഇതൊക്കെ നമ്മൾ അനുഭവിക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ നമ്മളിലേക്ക് ഉൾക്കൊള്ളേണ്ടവരുണ്ട്. എന്നാലും പ്രതിസന്ധിയുടെ അല്ലെങ്കിൽ വിഷമത്തിന്റെ ഒക്കെ നടുവിൽ നിൽക്കുന്ന സമയത്ത് ഇത് വരുമെന്ന് പറയുമ്പോൾ ആ വിശ്വാസിയായ മുഅ്മിനിനെ സംബന്ധിച്ചിടത്തോളം ഈ പ്രതിസന്ധിയും ഈ വിഷമങ്ങളും ഇത് പേടിച്ച് ജീവിക്കാൻ മുസ്ലിമിന് പറ്റൂല, മുഅ്മിനിന് പറ്റൂല. മുഹമ്മദ് മുസ്തഫ തങ്ങൾ അതിനൊക്കെ പ്രതിവിധി നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. പടച്ചറബിൽ നിന്നുള്ള പരീക്ഷണങ്ങൾ, രോഗങ്ങൾ, അപകടങ്ങൾ ഇതെല്ലാം തരണം ചെയ്യാൻ, ഇതൊക്കെ മറികടക്കാൻ സയ്യിദുൽ വജൂദ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിച്ചു തരികയാണ്. നമ്മുടെ ജീവിതത്തിൽ നിത്യമായി നാം കൊണ്ടു നടക്കേണ്ട ചില നിലപാടുകൾ, ചില ദിക്റുകൾ മുത്തനബി തങ്ങൾ പഠിപ്പിച്ചു തരുന്നുണ്ട്, നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അല്ലാഹുവിൽ നിന്നുമുള്ള കാവൽ വിശ്വാസിയായ മനുഷ്യന് ലഭിക്കേണ്ടത്, അവന് വേണ്ടി ലഭിക്കേണ്ട ഏറ്റവും വലിയ പ്രൊട്ടക്ഷൻ ഏതാണെന്നും മുഹമ്മദ് നബി തങ്ങൾ അവിടെ തനിയാകൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നു. ആ ഒരു പ്രൊട്ടക്ഷനിൽ പെട്ടതാണ്, ആ ഒരു കവചത്തിൽ പെട്ടതാണ് ആയത്തുൽ കുർസി എന്ന് പറഞ്ഞത്. വിശുദ്ധമായ ഖുർആനിലെ ഏറ്റവും ശ്രേഷ്ഠമായ ആയത്താണ്. 6000-ൽ വരുന്ന ആയാത്തുകൾ ഖുർആനിൽ ശരീഫിൽ ഉണ്ടെങ്കിൽ ഈ ശരീഫിലെ ഏറ്റവും ശ്രേഷ്ഠമായ ആയത്തിനാണ് ആയത്തുൽ കുർസി. ആയത്തുകളുടെ രാജാവ്, ആയത്തുകളുടെ ലീഡർ എന്ന് പറയുന്ന ആയത്തുൽ കുർസി സൂറത്ത് ബഖറയിൽ പറയപ്പെടുന്ന ആയത്ത്. സ്വർഗം ലഭിക്കാനും പിശാചിന്റെ ശർറിൽ നിന്ന് രക്ഷപ്പെടാനും എല്ലാ വിപത്തിൽ നിന്നും മാറി നിൽക്കാനും മുത്തനബി തങ്ങൾ പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ കവചമാണ് ആയത്തുൽ കുർസി. ഒരു മുഅ്മിനായ മനുഷ്യൻ ജീവിതത്തിൽ ആയത്തുൽ കുർസി പതിവാക്കിയാൽ, എല്ലാ ബാങ്കിന് ശേഷവും ആയത്തുൽ കുർസി പതിവാക്കിയാൽ, എല്ലാ നമസ്കാരങ്ങൾക്ക് ശേഷവും ആയത്തുൽ കുർസി പതിവാക്കിയാൽ മുത്തനബി തങ്ങൾ പഠിപ്പിക്കുന്നു, ഇമാം ബൈഹഖി ഹദീസ് കൊണ്ട് പറയുന്നു, അവന് കിട്ടുന്ന പ്രതിഫലം ഏതാണെന്ന് അറിയുമോ? അവന് സ്വർഗ്ഗം കിട്ടാൻ മരണമല്ലാതെ മറ്റൊരു തടസ്സമില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ തങ്ങൾ പഠിപ്പിക്കുന്നു. ഒരാൾ ആയത്തുൽ കുർസി പതിവാക്കിയാൽ ബാങ്കിന് ശേഷം, എല്ലാ നമസ്കാരങ്ങൾക്ക് ശേഷം ആയത്തുൽ കുർസി ഓതാൻ 1 മിനിറ്റ് സമയം പോലും വേണ്ട. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം
ലാ തഅഖുദുഹു സിനത്തുൻ എന്ന് തുടങ്ങുന്ന ആയത്ത് കുർസി ഓതാൻ 1 മിനിറ്റ് വേണ്ട. എല്ലാ ബാങ്ക് വിളികൾക്ക് ശേഷം പതിവാക്കണം. എല്ലാ ഫർദ് നിസ്കാരത്തിന് ശേഷവും അത് ഓതണം. അത് ഓതി നെഞ്ചിലൂതണം. ഇങ്ങനെ ഒരു മുഅ്മിനായ മനുഷ്യൻ അവന്റെ ജീവിതത്തിൽ ഇങ്ങനെ പതിവാക്കിയാൽ മുത്തനബി തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്, മരണമല്ലാതെ ഒരു തടസ്സം സ്വർഗം കിട്ടാൻ അവനില്ല. എന്ന് പറഞ്ഞാൽ സ്വർഗത്തിലേക്ക് പോകണം, ഒന്ന് മരിച്ചാൽ മാത്രം മതി. മരിച്ചു കഴിഞ്ഞാൽ തൊട്ടവന് സ്വർഗമായിരിക്കും, അവന്റെ ഖബർ സ്വർഗമായിരിക്കും. അവന്റെ മരണത്തിന്റെ വേദന സന്തോഷത്തിന്റെ ആയിരിക്കും. വേദനയില്ലാതെ വിഷമമില്ലാതെ മരണപ്പെടാൻ പറ്റും. ഖബർ രക്ഷപ്പെടാം, വിചാരണ രക്ഷപ്പെടാം. അവൻ സ്വർഗം ഉറപ്പാണ് പതിവാക്കിയാൽ. അറിയാത്തവരുണ്ടെങ്കിൽ അത് പഠിക്കണം. ഇനി അതല്ല, നമ്മുടെ മൊബൈൽ ഫോണുകളിൽ ഇന്നത്തെ സംവിധാനത്തിൽ ആപ്ലിക്കേഷനുകളും എല്ലാം ഉണ്ട്. നോക്കി കണ്ടോതി പഠിക്കണം. മുഅ്മിനീങ്ങളെ പതിവാക്കണം. മരണത്തോടു കൂടി അയാൾ സ്വർഗം അനുഭവിച്ച് തുടങ്ങുകയാണ്. അത്രയും വിശാലമായ പ്രതിഫലം ലഭിക്കുമെന്നാണ് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു. മുഅ്മിനീങ്ങളെ മനസ്സിലാക്കണം. ആയത്തുൽ കുർസി തന്നെ മഹാന്മാരാകുന്ന മുൻഗാമികൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ബാങ്കിന് ശേഷം അത് പാരായണം ചെയ്യണം. എല്ലാ നിസ്കാരത്തിന് ശേഷം പാരായണം ചെയ്യണം. രണ്ടും ഇതേ പ്രതിഫലമാണെന്ന് വ്യത്യസ്തമായ ഹദീസുകൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്, നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. എത്ര പേര് ഇത് ചെയ്യുന്നുണ്ട്? എത്ര പേര് ശ്രദ്ധിക്കുന്നുണ്ട്? അത് ആര് മനസ്സിലാക്കുന്നുണ്ട്? വലിയ പ്രതിഫലമാണ് മുഅ്മിനീങ്ങളെ അതിന് നമുക്ക് ലഭിക്കാൻ പോകുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സഹാബികൾക്ക് പഠിപ്പിച്ചു കൊടുത്തതാണ്. വളരെ നിസ്സാരമായ സമയമാണല്ലോ. ഒന്നുകിൽ നിസ്കാരം ശേഷം, അല്ലെങ്കിൽ നിസ്കാരത്തിന് ശേഷം സുബ്ഹാനല്ലാഹ് ദിക്ർ കഴിഞ്ഞ ശേഷം, അല്ലെങ്കിൽ നിസ്കാരത്തിന് ശേഷം ദുആ കഴിഞ്ഞ ശേഷം മതി. നിസ്കാരം കഴിഞ്ഞ് ഒരുപാട് ഗ്യാപ്പില്ലാത്ത ആ ഒരു സമയത്തിനുള്ളിൽ ഒരു ആയത്തുൽ കുർസി ഒന്നും പാരായണം ചെയ്യാൻ നമുക്ക് ആവശ്യമായി വരുന്നില്ല.